അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 22 ശനിയാഴ്ച. സംസ്ഥാനത്ത് ഇന്നു മുതൽ വരും ദിവസങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിലും ഇടുക്കിയിലുമാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പും കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ ചുവപ്പ് മുന്നറിയിപ്പും നൽകി. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ തിങ്കളാഴ്ച ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചൊവ്വയും ബുധനും തീവ്രമഴ തുടരാനാണ് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകി. UGC നെറ്റ് റദ്ദാക്കിയതിന് പിന്നാലെ CSIR UGC നെറ്റ് പരീക്ഷ മാറ്റിവെക്കുന്നതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ജൂൺ 25 മുതൽ 27 വരെ നടക്കാനിരിക്കുന്ന പരീക്ഷയാണ് മാറ്റിവെച്ചത്. ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങളും ലോജിസ്റ്റിക് പ്രശ്നങ്ങളും മൂലമാണ് പരീക്ഷ മാറ്റിവെക്കുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ സീതാറാം യെച്ചൂരി. സംഭവങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർ രാജിവെക്കാനുള്ള രാഷ്ട്രീയ മര്യാദ കാണിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി വിൽക്കുകയാണെന്നും ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷകളായ കോടിക്കണക്കിന് കുട്ടികൾ ഇതിലൂടെ ബുദ്ധിമുട്ടിലായി എന്നും സർക്കാരാണ് ഇതിന് ഉത്തരവാദിയെന്നും അദ്ദേഹം ആരോപിച്ചു. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനം വൈകും. ജാമ്യം നൽകിയത് സ്റ്റേ ചെയ്ത ദില്ലി ഹൈക്കോടതി ED ഹർജിയിൽ വിധി പറയാൻ 2-3 ദിവസം സമയം വേണമെന്ന് വ്യക്തമാക്കി. കേസ് ഈ മാസം 25-ന് പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റിവെച്ചു. ഇതോടെയാണ് ജയിൽ മോചനം വൈകുന്നത്. വിധി പറയുന്നതുവരെ കെജ്രിവാളിന്റെ ജാമ്യം തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടി തുടരും. പാർലമെന്ററി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് ലോക്സഭ പ്രോട്ടേം സ്പീക്കറെ നിയമിച്ച നടപടി പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിട്ടും മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞത് എന്തിനാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ടെന്നും സംഘപരിവാർ പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവർക്ക് എന്താണ് BJPയുടെ മറുപടിയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഞായറാഴ്ചകളിലും പ്രത്യേക ദിവസങ്ങളിലും ഒരു കുർബാന എങ്കിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന സിറോ മലബാർ സഭ സിനഡിന്റെ സമവായ നിർദ്ദേശവും തള്ളി അൽമായ മുന്നേറ്റ സമിതി. ഇളവുകളോടെ ഏകീകൃത കുർബാന എന്ന നിർദ്ദേശവും അംഗീകരിക്കില്ലെന്നും ജൂലൈ 3-ന് ശേഷം സഭയിൽ നിന്ന് വേർപെട്ട് മുന്നോട്ടു പോകുമെന്നും അൽമായ സമിതി വ്യക്തമാക്കി. നേരത്തെ ജൂലൈ 3 മുതൽ എല്ലാ കുർബാനയും ഏകീകൃത കുർബാന വേണമെന്ന നിർദ്ദേശം സിനഡ് പിൻവലിച്ചിരുന്നു. ഞായറാഴ്ചകളിലും പ്രത്യേക ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് സിനഡ് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പാലിച്ചാൽ നേരത്തെ പ്രഖ്യാപിച്ച കാനോനിക ശിക്ഷാ നടപടികളിൽ ഇളവ് നൽകുമെന്നും സിനഡ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ ജൂലൈ 4-ന് ശേഷം പുറത്താക്കിയതായി കണക്കാക്കുമെന്ന മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടേലിന്റെ സർക്കുലറിനെതിരെ തൃശൂർ അതിരൂപതയിലും പ്രതിഷേധം ഉയർന്നിരുന്നു. കുർബാന ഏകീകരണത്തിൽ വൈദികർക്കിടയിൽ സർവേ വേണമെന്ന് ആവശ്യപ്പെട്ട് വൈദികരുടെ കൂട്ടായ്മയായ ആരാധനാക്രമ സംരക്ഷണ സമിതി കുറിപ്പിറക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പിന്തുണയുമായി ഇരിഞ്ഞാലക്കുട രൂപതയിലെ വൈദികരും രംഗത്തെത്തിയിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ കാര്യക്ഷമമാക്കണമെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള താൽക്കാലിക ഇടപെടൽ അല്ല വേണ്ടതെന്നും നിരന്തരമായി ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധ വേണമെന്നും ചികിത്സാ പിഴവ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നും അവർക്ക് നീതി ലഭിക്കണമെന്നും ആഞ്ചലോസ് പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ യഥാർത്ഥ തിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണമെന്നും
അത് പിണറായിയിൽ നിന്നായിരിക്കണമെന്നും KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. ആത്മാവ് നഷ്ടപ്പെട്ട പാർട്ടിയുടെ അസ്ഥികൂടത്തിന് കാവലിരിക്കുന്ന ദുർഭൂതമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും അണികൾ ചോരയും നീരും നൽകി കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിന്റെയും ഭരണത്തിന്റെയും തലപ്പത്തിരിക്കുന്നവർ ചീഞ്ഞു നാറുന്നത് തിരുത്തൽ യജ്ഞക്കാർ കണ്ടില്ലെന്ന് നടിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് തിരഞ്ഞെടുപ്പിൽ CPI ഉന്നയിച്ച വിമർശനങ്ങളെ കാര്യമായി കാണുന്നില്ലെന്ന് KC വേണുഗോപാൽ. ഇന്ത്യ മുന്നണിയുടെ മര്യാദ പാലിക്കേണ്ടത് കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി എത്തുമെന്ന് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങുന്ന വേളയിൽ മമത വയനാട്ടിലെത്തുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം കൊൽക്കത്തയിൽ വെച്ച് മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാലക്കാട് KSUവിലെ രാജി പ്രതിഷേധത്തിൽ സംസ്ഥാന നേതൃത്വം അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MJ യദുകൃഷ്ണയുടെ നേതൃത്വത്തിൽ 3-അംഗ സമിതി നിലവിലെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിക്കും. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ ഇബ്രാഹിം ബാദുഷായെ വൈസ് പ്രസിഡന്റായി നിയമിച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ M. മുകേഷിനും EP. ജയരാജനും രൂക്ഷ വിമർശനം. കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ M. മുകേഷിന്റെ പ്രവർത്തനം മോശമായിരുന്നുവെന്നും പാർട്ടി തീരുമാനിച്ചതുപോലെ പ്രവർത്തനം മുന്നോട്ടു പോയില്ലെന്നുമാണ് കുറ്റപ്പെടുത്തൽ. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് എതിരായ വ്യക്തിപരമായ പ്രചരണം ഒഴിവാക്കാമായിരുന്നുവെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്തും കോഴിക്കോട്ടും KSUവിന്റെയും MSFന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധം. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിലേക്ക് നടന്ന KSU മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന് SFIയും വ്യക്തമാക്കി. 2 ജില്ലകളിലെയും വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുന്നിലാണ് പ്രതിഷേധ ധർണ നടന്നത്. സർക്കാർ കരാറുകാർക്ക് വിവിധ വകുപ്പുകളിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശിക 15,000 കോടി രൂപ കടന്നു. ജലവിഭവ വകുപ്പിൽ നിന്ന് മാത്രം 4,000 കോടിയിലധികം രൂപയാണ് കരാറുകാർക്ക് കിട്ടാനുള്ളത്. പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താനുള്ള തീരുമാനത്തിലാണ് കരാറുകാർ. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ വിഷമദ്യ ദുരന്തത്തിനിടയാക്കിയ വ്യാജമദ്യത്തിൽ ഉപയോഗിച്ച മെത്തനോൾ വന്നത് ആന്ധ്രാപ്രദേശിലെ ചില മരുന്ന് കമ്പനികളിൽ നിന്നാണെന്ന് CBCIDയുടെ കണ്ടെത്തൽ. ദുരന്തത്തിൽ രാഷ്ട്രീയ പ്രതിരോധത്തിലായതോടെ മരിച്ചവരുടെ കുട്ടികളുടെ പഠന ചെലവടക്കം സർക്കാർ ഏറ്റെടുക്കുന്നുവെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചു. ഇത്രയധികം ദുരന്തങ്ങളുണ്ടായിട്ടും സർക്കാർ എന്ത് നടപടിയാണ് എടുത്തതെന്ന് ചോദിച്ച മദ്രാസ് ഹൈക്കോടതി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ ഉത്തരവാദികൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയിൽ വ്യക്തമാക്കി. പ്ലക്കാർഡുകളുമായി നിയമസഭയിലെത്തി നടുത്തളത്തിൽ പ്രതിഷേധിച്ച അണ്ണാ-DMK അംഗങ്ങളെ സ്പീക്കർ പുറത്താക്കിയെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചതോടെ തിരിച്ചു വിളിച്ചു. അതേസമയം വിഷമദ്യ ദുരന്തത്തിൽ മരണം 52ആയി ഉയർന്നു. ദുരന്തം നിസ്സാരമല്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി സർക്കാരിന് രക്ഷപ്പെടാനാകില്ലെന്നും രൂക്ഷ വിമർശനമുയർത്തിയ മദ്രാസ് ഹൈക്കോടതി അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ വിശദമായ സത്യവാങ്മൂലം നൽകാൻ ഉത്തരവിട്ടു. തമിഴക വെട്രി കഴകം അധ്യക്ഷനും സൂപ്പർ താരവുമായ വിജയ് തന്റെ 50ാം പിറന്നാൾ ആഘോഷങ്ങൾ റദ്ദാക്കി. ആ പണം കള്ളക്കുറിച്ചിയിലെ ഇരകളുടെ കുടുംബങ്ങൾക്ക് നൽകണമെന്ന് ആരാധകരോട് വിജയ് പറഞ്ഞു. വ്യാജ മദ്യമൊഴുക്ക് തടയാൻ കർശന നിയമം വേണമെന്ന് സൂപ്പർ താരം സൂര്യയും വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലമായ അടൽ സേതുവിൽ വിള്ളൽ. നവി മുംബൈയിലെ ഉൽവേയിലേക്കുള്ള റോഡിലാണ് വിള്ളലുകൾ കണ്ടെത്തിയത്. 5 മാസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അടൽ സേതു ഉദ്ഘാടനം ചെയ്തത്. പുതുതായി ഉദ്ഘാടനം ചെയ്ത പാലത്തിന് വിള്ളലുണ്ടായത് വിവാദങ്ങൾക്കും അഴിമതി ആരോപണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലെ സ്ഥലം സന്ദർശിച്ച് വിള്ളലുകൾ പരിശോധിക്കുകയും യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉന്നയിക്കുകയും ചെയ്തു. പശ്ചിമ ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അധീർ രഞ്ജൻ ചൌധരി രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പാർട്ടിക്കുണ്ടായ തിരിച്ചടി അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന PCC യോഗത്തിന് ശേഷമാണ് അദ്ദേഹം തന്റെ രാജി പ്രഖ്യാപിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ രാജി സ്വീകരിക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല.
ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെയുള്ള ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം ഉടൻ പ്രവർത്തന സജ്ജമാകുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ഇതിനായുള്ള ട്രയൽ റണ്ണും കഴിഞ്ഞ ദിവസം റെയിൽവേ പൂർത്തിയാക്കി. ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ചെനാബ് റെയിൽവേ പാലത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ അധികാരമോഹികളുടെ കൈകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട കോച്ച് ഇഗോർ സ്റ്റിമാച്ച്. അടുത്ത 20 വർഷത്തേക്ക് ഇന്ത്യൻ ഫുട്ബോൾ നല്ല അവസ്ഥയിലെത്താൻ സാധ്യതയില്ലെന്നും വാർത്താസമ്മേളനത്തിൽ സ്റ്റിമാച്ച് പറഞ്ഞു. മതിയായ പിന്തുണയില്ലാതെ കള്ളത്തരങ്ങൾ നിറഞ്ഞവരും സ്വകാര്യ താൽപര്യങ്ങളുള്ളവരുമായി മുന്നോട്ടു പോവുക സാധ്യമല്ലെന്നും തന്നെ നിശബ്ദനാക്കിയെന്നതാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും വലിയ നേട്ടമെന്നും സ്റ്റിമാച്ച് കുറ്റപ്പെടുത്തി. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ തോൽവിയറിയാതെ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ്. സൂപ്പർ 8 മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 7 റൺസിന്റെ വിജയം. ക്വിന്റൺ ഡീകോക്കിന്റെ മികവിൽ ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ 6 വിക്കറ്റ് നഷ്ടത്തിൽ 156 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. സൂപ്പർ 8-ൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. യൂറോ കപ്പിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ സ്ലോവാക്യയെ തകർത്ത് യുക്രൈൻ. ആദ്യ പകുതിയിൽ ഏകപക്ഷീയമായ 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം 2ാം പകുതിയിൽ 2 ഗോളടിച്ചാണ് യുക്രൈൻ സ്ലോവാക്യയെ തകർത്തത്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ പോളണ്ടിനെ 1-3 ഗോളിനെ തകർത്ത് ഓസ്ട്രിയ. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചെങ്കിലും 2ാം പകുതിയിൽ 2 ഗോളടിച്ചാണ് ഓസ്ട്രിയയുടെ ആധിപത്യം പ്രകടമാക്കിയത്. അതേസമയം കരുത്തരായ ഫ്രാൻസും നെതർലൻഡ്സും ഏറ്റുമുട്ടിയ മത്സരം ഗോൾ രഹിത സമനിലയിലാണ് പിരിഞ്ഞത്. ഇരു ടീമുകളും നിരവധി അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ മത്സരത്തിൽ സാവി സിമോൺസ് നേടിയ ഗോൾ വാർറൂം നിഷേധിച്ചത് നെതർലൻഡ്സിനും തിരിച്ചടിയായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.